പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിൽ ഇടത് വലത് കോട്ടകളിൽ വിള്ളലുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് BJP. അപ്രതീക്ഷിത വിജയങ്ങൾക്കും അട്ടിമറികൾക്കുമുള്ള സാധ്യതകൾ കാണുകയാണ് രാഷ്ട്രീയ നിരീക്ഷകരും. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള NDA സ്ഥാനാർത്ഥി പട്ടികയിൽ കേരള കോൺഗ്രസ് പാർട്ടികൾ വിട്ട് BJPയിലെത്തിയ നേതാക്കളും ഉണ്ട്. മിഥുൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, എന്തായാലും പാർട്ടിയിലേക്ക് ഒഴുകിയെത്തിയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിൽ ചില അട്ടിമറികൾ BJP പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇടത് വലത് കോട്ടകളിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാക്കാൻ കഴിയും ഈ നേതാക്കളിലൂടെ എന്നാണ് BJP അനുമാനിക്കുന്നത്. അത്തരത്തിലുള്ള അപ്രതീക്ഷിത വിജയങ്ങൾക്കും അട്ടിമറികൾക്കുമുള്ള സാധ്യതകളുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കൂടി വിലയിരുത്തുന്ന പശ്ചാത്തലം തന്നെയാണോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ നിന്ന്, അതായത് BJPക്ക് പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകൾക്ക് വിഭിന്നമായി കൂടുതൽ ഒരു പോളറൈസേഷൻ ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നുള്ള നിരീക്ഷണം രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമായും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങളും അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളും BJPക്ക് അനുകൂലമായി ഒരു തരംഗത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ആളുകളെല്ലാം കൂടുതൽ BJPയോട് അടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രകടമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് വോട്ടായി മാറുകയും അത് ഒരു പ്രകടമാകുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാകും എന്നുള്ളത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള നിരീക്ഷണമാണ്. ഇത് ചെറുതൊന്നുമല്ല ഇടതു വലത് മുന്നണികളെ ആശങ്കയിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിലടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരുപക്ഷെ ഒരു അട്ടിമറിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും BJPയിൽ ചേർന്ന് സംസ്ഥാന നേതാവായിട്ടുള്ള ജെയിംസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ 40ഓളം പേരാണ് BJP അംഗത്വം സ്വീകരിച്ചത്. ഈ ജെയിംസ് മാത്യു 47ാം ഡിവിഷനിൽ മത്സരിക്കുന്നതുമുണ്ട്, NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുമുണ്ട്. ഇതെല്ലാം വലിയ രീതിയിൽ പ്രാദേശികമായി വോട്ട് സ്വരുക്കൂട്ടാൻ സാധിക്കുന്ന നേതാക്കളാണ് ഇവർ എന്ന് തന്നെയാണ് മറ്റ് മുന്നണികൾ അടക്കം പറയുന്നത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവും കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്ന ജസ്ന പീറ്റർ ഇടക്കൊച്ചി സൗത്തിൽ സ്ഥാനാർത്ഥിയാണ്. ഇവരെല്ലാം ഈ മോദി ഭരണത്തിൻ്റെ ആകൃഷ്ടരായി എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ മോദി ഭരണത്തിന് പിന്തുണ എന്നുള്ള നിലയ്ക്കാണ് ഇവർ. അതായത് മിഥുൻ, ഈ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, വികസന രാഷ്ട്രീയം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന BJPയിലേക്ക് തങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളും അതിന്റെ ഭാഗമാകുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ജനസേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലേക്ക് തന്നെയാണ് അവർ BJPയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഉദ്ദേശം, അവരുടെ രാഷ്ട്രീയം അത് മറ്റുള്ളവരിലേക്ക് കൂടി, അല്ലെങ്കിൽ അവരുടെ അണികളിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ കഴിയും. ആരുടെ കൂടെ നിന്നാലാണ് വികസനം സാധ്യമാകുക എന്നുള്ളത് കൃത്യമായി തന്നെ ഒരു സന്ദേശമായി എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും ജനസമ്മതിയുള്ള പ്രാദേശികമായി വോട്ട് സ്വരുക്കൂട്ടാൻ സാധിക്കുന്ന നേതാക്കൾക്ക് തന്നെയാണ് BJPയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു നേതാക്കൾ എത്തുന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പിന്തുണ കൂടി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ BJPക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചത് പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ വോട്ടായി മാറാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. ആ സാധ്യത വളരെയേറെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ കൂടി പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിവിഷനുകളിൽ മത്സരിക്കുമ്പോൾ അവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി വിജയമുണ്ടാകാനും പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചിരുന്ന ഈ എറണാകുളത്തെ പല ഇടങ്ങളിലും ലഭിച്ചിരുന്ന സീറ്റുകൾക്കപ്പുറത്തേക്കുള്ള ഒരു സീറ്റുകൾ അത് കൂടുതൽ വിജയത്തിലേക്ക്, കൂടുതൽ നമ്പറുകളിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം BJPക്കുണ്ട്. അത് ആശങ്കയായി ഇടതു വലതു മുന്നണികൾക്ക്
പ്രകടമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടന്നിട്ടുള്ള BJP വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നീക്കങ്ങളാണ് പ്രവർത്തകരുടെ സാധാരണ വോട്ടുറപ്പിക്കാനുള്ള നീക്കവും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ സ്വാധീനം BJPയിലേക്ക് എത്തിക്കാനുമുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. അത് പ്രാദേശികമായി വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ, രാഷ്ട്രീയ മാറ്റങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഇടത് വലത് മുന്നണികളെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായി BJPക്കെതിരെ ഉപയോഗിച്ചു വന്നിരുന്ന ഈ വർഗീയമായിട്ടുള്ള ആരോപണങ്ങൾ, ന്യൂനപക്ഷ വിരുദ്ധതയൊന്നും ഇനി ചെലവാകില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അതെ, ശരി മിഥുൻ. എന്തായാലും വലിയ രീതിയിൽ ഇടത് വലത് മുന്നണികളിൽ നിന്ന് ധാരാളം പേർ ദേശീയതയിലേക്ക് ആകൃഷ്ടരായി, മോദി ഭരണത്തിൽ ആകൃഷ്ടരായി BJPയിലേക്ക് ചേരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ കൂടി ഇത്തരത്തിൽ എത്തുന്നതോടെ ഇടത് വലത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ കഴിയും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJPയും വച്ച് പുലർത്തുന്നത്. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.